ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യം ആയുസ്സും ആഫിയത്തും ഉണ്ടാകട്ടെ. അതേപോലെ തന്നെ എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും. അപ്പം ഇന്ന് ഞാൻ ഞായറാഴ്ച അല്ല, ലീവുള്ള ദിവസമല്ല സ്കൂള്. ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യം ആയുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ മക്കളെ. പിന്നെ ഇന്ന് ബുധനാഴ്ച ആണ്, സ്കൂൾ ലീവുള്ള ദിവസമാണ്. അപ്പം ഞാൻ ഇന്ന് എന്താക്കി നേരം കുട്ടികളൊക്കെ എണീക്കാൻ നേരം വയ്യപ്പോൾ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉപ്പുമാവ് പറഞ്ഞാൽ ഗോതമ്പത്തിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. സാധാരണത്തെ ഉപ്പുമാവല്ല, ഗോതമ്പത്തിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്, ഗോതമ്പത്തിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ മക്കളെ. ഇന്ന് ഉള്ളി നല്ലോണം ഒന്ന് വാടണം. ഉള്ളിയും കറിവേപ്പിൻ്റെയും പച്ചമുളകും ഒന്ന് വാടണത് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മക്കളെ. അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളി ഇങ്ങനെ കടിക്കും. എൻ്റെ ഹനാൻ ഉറങ്ങിണീറ്റ് വന്നിക്കണ്, കോഴിമുട്ട അടുപ്പത്ത് വെച്ചിക്കണ്, അത് തിളയ്ക്കുന്നുണ്ട്. ഇന്നൊരു പണി നേരം എണീക്കാത്തതിനെ കൊണ്ട് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. സ്കൂളില്ലല്ലോ, ലേശം കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കിടന്ന് രണ്ടാമതും. അപ്പം ഇന്ന് മക്കളെ ഗോതമ്പത്തിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കുന്നത് എടുക്കാനുണ്ട്, മറന്നുപോയി. ഞാനത് നെക്കീന്ന് വിചാരിച്ച് അത് ഓണായത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ കുറേ നേരം പറഞ്ഞു. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അത് ഓണാക്കാത്തത് മറന്നുപോയി മക്കളെ, ഓണാക്കാൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഉപ്പുമാവാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഉണ്ടോ, ഒരു പാക്കറ്റ് ഉപ്പുമാവിൻ്റെ റവ വാങ്ങിയത്, ഉപ്പുമാവ് റവ കണ്ടില്ലേ, അതാണിത്. ഇത് നല്ല ടേസ്റ്റായി കിട്ടോ. ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യും കറിവേപ്പിലയും പച്ചമുളകും ക്യാരറ്റൊക്കെ ഇടുന്നത് നല്ലതാണ്. പക്ഷേ ഈ ക്യാരറ്റ് ഇട്ടുണ്ടെങ്കിൽ ഹംദാൻ തിന്നൂല. അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്. ഒരു മൂടി തേങ്ങയില്ലൊരു മൂടി തേങ്ങ ഈ കാലം വരെ ഞാൻ അരച്ചിട്ടുള്ളൂ. നാത്തൂമാരെ നാത്തൂമാരെ എൻ്റെ പൊന്നെ വേണ്ട പോലും. കോഴിമുട്ട പതച്ചു. കോഴിമുട്ടൻ്റെ അടുപ്പൊന്ന് ഓഫാക്കി. നീ കോഴിമുട്ടയും പതയ്ക്കണ്ട. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോവും. സ്കൂളില്ലാത്തതിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെയും വിശക്കണമെന്ന് അറിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതുകൊണ്ടാണ് മക്കളെ ഇന്ന് ഇങ്ങനെ ആക്കിയത്. സ്കൂളില്ലാത്തതിനെ കൊണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഉപ്പുമാവ് കൊടുത്തിട്ട് ഉപ്പുമാവ് വേണ്ട, വിശക്കണ് വേറെ എന്തെങ്കിലും തരീന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെയാണ് പോട്ടേന്ന് വിചാരിച്ച്. ഇനി ചോറ് വെക്കണം, കറി വെക്കണം, തിരുമ്പാനുണ്ട്, അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് മക്കളെ. നേരം കൊണ്ട് വെളുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇരിക്കാനോ നിൽക്കാനോ സമയം ഉണ്ടാവില്ല. എന്നാലും അൽഹംദുലില്ലാ ആരോഗ്യമുള്ളത് വലിയ ഭാഗ്യം. ഇങ്ങനെയൊക്കെ ഓരോരോ പണിയെടുക്കാനുള്ള അവധി എനിക്ക് അള്ളാഹു തരുന്നുണ്ടല്ലോ, അത് തന്നെ അൽഹംദുലില്ലാ ഭാഗ്യം തന്നെ. നിങ്ങളെല്ലാവരും പണികളൊക്കെ കഴിഞ്ഞ കുട്ടികളെ? നമ്മൾ പണീൻ്റെ തിരക്കിലാട്ടോ, ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങളൊന്നും മിണ്ടിയില്ലാന്ന്. അപ്പം നിങ്ങളെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞോ? അപ്പം ഞാനും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്, അതുകൊണ്ടാട്ടോ മിണ്ടാത്തത്. ഒന്നും വിചാരിക്കേണ്ട. എന്താ പറഞ്ഞ് ഉപ്പുമാവിൻ്റെ കൂടെ പഴംപൊരി വേണമെന്ന്. അപ്പം ഞാൻ എന്താക്കി എന്നറിയാം, ലേശം പൊടി എടുത്തതാണ്. കുറച്ച് അരിപ്പൊടി, മഞ്ഞൾ, ഉപ്പ്, ഒരു കോഴിമുട്ട, പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ മക്കളെ. പഴംപൊരി ഉണ്ടാക്കാൻ എന്താ പറഞ്ഞത്, എനിക്ക് 2 പഴംപൊരി ഉണ്ടാക്കി തരുമെന്ന്. അപ്പം ഞാൻ ചാന്തി പഴംപൊരി, ഞാൻ രാത്രി ഉറക്കത്തിൽ പഴംപൊരി തിന്നണത് കണ്ടിക്കണെന്ന്. അപ്പം ഞാൻ 2 പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ, ഞാൻ ഉറക്കത്ത് കണ്ട് തിന്നതല്ലേ, അപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം. രാവിലെ എണീറ്റ് വന്നിട്ട് അതാണ് എന്നോട് പറഞ്ഞത്, എനിക്ക് പഴംപൊരി വേണമെന്ന്. അപ്പം നമ്മളോടല്ലാതെ ഈ മക്കൾ ആരോട് പറയാനാ, എന്നോട് പറയില്ലാതെ. കുട്ടികളെ ഉമ്മ ആണെങ്കിലോ നല്ല ഉറക്കം അടുത്തത്തിലാണ്, എണീറ്റിട്ടൊന്നുമില്ല, കുറേ നേരമായി വിളിക്കുന്നത്. അപ്പം എൻ്റെ ഹംദാനിക്ക് ഞാനൊരു പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പം മക്കളെ, ചായ, ഉപ്പുമാവ്, പഴംപൊരി അങ്ങനെ എല്ലാം കൂടിയാണ് ഇന്ന് രാവിലെ ഇട്ട കുട്ടികളെ. കണ്ടോ, പഴംപൊരി ഉണ്ടാക്കി തിന്നുകയാണ് എൻ്റെ പഴംപൊരിയ നല്ല പൊന്നു മക്കൾ. കണ്ടോ,
അതെല്ലാം ഒന്ന് വേറെടുത്തണം. ഇന്നിങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്നത്. കുട്ടികൾക്ക് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയതാ റെഡിയാക്കി വെച്ചിക്കണേ. ഒന്ന് മൂടട്ടെ. ഇതാ പഴയതാ പൊരിച്ച് വെച്ചിക്കണ പൊടി കലക്കി വെച്ച മാവ് ഇവിടെ ഉണ്ട്. നല്ല പോലാണേ. അടിയിട വേറെ കിട്ടോ അമ്മ ചായ തരേ. അപ്പം പഴംപൊരി 4 കൂടി ഉണ്ട് മക്കളെ പൊരിക്കാൻ. എന്താണ് എന്താണ് 8 മിനിറ്റ്. ഇതൊക്കെ മക്കളെ വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞു കഴിഞ്ഞു. വേ പോയി ഇരിക്കുക. എല്ലാവരും ഇപ്പം വരം വെച്ച് ചായര. അപ്പം മക്കളെ കുട്ടികൾക്ക് ചായ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഹനാനിക്കും ഹംദാനിക്കും. അത് കഴിഞ്ഞിട്ട് വേണം ചോറിൻ്റെ പടി തുടങ്ങാൻ. അപ്പോൾ ആദ്യം ചായ ഒന്ന് കൊടുത്തേക്കട്ടെ. ചായക്ക് ഞാനിതാ കുറച്ച് പഴം പൊരിച്ചെടുത്തേക്കണ്, 2 കോഴിമുട്ട എടുത്തേക്കണ്, കുറച്ച് ഉപ്പുമാവ് എടുത്തേക്കണ്, കുറച്ച് കട്ടൻ ചായ എടുത്തേക്കണ് മക്കളെ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് എൻ്റെ മക്കളടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ. ചോറിൻ്റെ പണി നോക്കണം, തിരുമ്പണം, അങ്ങനെ പല പണികളുണ്ട്. അപ്പോൾ ഈ പണി കഴിയട്ടെ ആദ്യം. അങ്ങനെ മക്കളെ ചോറും കൂട്ടാൻ ഉണ്ടാക്കൽ പണികളൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് തിരുമ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോപ്പ് പൊടിയില്ല പാട്ട തുറന്നിട്ട് കിട്ടില്ല. വയസ്സായില്ലേ, ആവതില്ലേ പൊന്നാര കുട്ടികളെ, ഒന്നും പറയണ്ട. അങ്ങനെ വാഷിംഗ് മെഷീനിലേക്ക് കുറച്ചൊക്കെ തിരുമ്പാൻ എടുത്തിട്ടിക്കണേ. അതാ മക്കളെ, അത് തിരുമ്പാണ്. വലിയ വാഷിംഗ് മെഷീനല്ല കേട്ടോ, ചെറുതിലാണ് ഇടുന്നത്. കുട്ടികളതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നലെയൊക്കെ തിരുമ്പണതിനെ കൊണ്ട് വൈകുന്നേരം തിരുമ്പോൾ രാവിലെയും തിരുമ്പോൾ മക്കളെ 2 നേരം തിരുമ്പിക്കാളും. കാരണം ആവൂലക്കളെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാടാണ്. പ്രത്യേകിച്ച് മഴക്കാലമാണ്, ഉണങ്ങാനും അതുകൊണ്ട് ആരിടാനൊക്കെ പാടാണ്. വേനൽക്കാലാണെങ്കിൽ മുറ്റത്തേക്കാണ് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആണ് വരെ കിടന്ന് ഉണങ്ങിക്കോളൂ. ഇത് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് കളിക്കാനും ആവതില്ല. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളുടെ മുറ്റത്തുള്ള റേക്കാണ് കേട്ടോ, മുറ്റത്തുള്ള റേക്കാണ്. നമ്മൾ അടുക്കളുടെ മുറ്റം എന്ന് പറഞ്ഞാൽ അടുക്കളുടെ ബാക്കിൽ ഭാഗത്തൊരു മുറ്റുണ്ട്. ആ മുറ്റത്ത് ചെറിയൊരു കുഞ്ഞ് റേക്കും എല്ലാം കൂടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതാ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഉണക്കി ഇങ്ങനെ ഈ അടുപ്പിൻ്റെ മുകളിലിടും. കാരണം എടുക്കാൻ വരുന്ന പെണ്ണുങ്ങൾ നമ്മളെ പോലത്തെ പെണ്ണുങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഈ നാറിയതും കഴുകാത്തതും അച്ചേക്ക് ഞാൻ പാലിൻ്റെ കവറെല്ലാം കഴുകി ഉണക്കിയിട്ടാണ് ഈ അടുപ്പിൻ്റെ ഇവിടെ കൊളത്തിയൊക്കെ ഇടും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ കൊടുക്കുകയുള്ളൂ മക്കളെ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാനൊന്ന് ഒരു കവറിലാക്കിയിട്ട് ചുരുട്ടി കൂട്ടി കെട്ടിയിട്ട് അന്ന് കൊണ്ടുപോയി അവിടെ ഒരു കവറിലിടണം, ഒരു ചാക്കിലിട്ട് വെക്കും. അപ്പോൾ ഒരു മാസത്തിന് വരുമ്പോൾ അവിടെ കൊണ്ടുപോയാൽ മതി. എല്ലാഞ്ഞാലും നമ്മളൊരു മാസം കൊണ്ടായി ഒരു വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി പുഴു വെച്ച് നാശമാവും. അപ്പോൾ പാലിൻ്റെ കവർ, എന്തിൻ്റെ കവർ, തൈര്, പാല്, വെളിച്ചെണ്ണൻ്റെ കവറൊക്കെ കഴുകി ഉണക്കി ഇതേമാതിരി അടുപ്പിൻ്റെ അവിടെ ഇട്ട് വെക്കും. എന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് തൂക്കി വെക്കും. അങ്ങനെ എല്ലാം കൂടിയാണ് കൊണ്ടുപോകുക മക്കളെ. ഞാൻ കണ്ടില്ലേ ഇങ്ങനെ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി ഇടലാണ്. അപ്പോൾ ഒരു കവറും കൂടി ഉണ്ടായിന്, അത് ഓർമ്മയിൽ വന്നില്ല. അപ്പോൾ അതൊരു കവർ ഇതിൻ്റെ മുകളിൽ കൂടി വെച്ചിരിക്കുന്ന മക്കൾ ഇതേമാതിരി ഉണക്കി വെച്ചതാണ്. അപ്പോൾ ആ കവറും കൂടി ഞാൻ എടുത്ത് ഇതേമാതിരി ഉണക്കി നല്ല അടിപൊളിയാക്കി വെച്ചതാണ് മക്കളെ. കാരണം എന്താ പറയുക, എനിക്ക് ഭയങ്കര വിഷമമാണ് തോന്നുക. ഈ പെണ്ണുങ്ങൾ പാവം ഐറ്റങ്ങൾ ഹരിതസേന എന്ന് പറഞ്ഞ ഐറ്റങ്ങൾ വരുമ്പോൾ കൊടുക്കുന്ന സമയത്ത് കറി വെച്ച കവറിൻ്റെതും അതിലും കൂടി അച്ചയിലൊക്കെ എന്നോ എടുത്തുവെച്ചതായിരിക്കും. അതൊക്കെ പുഴു ഉണ്ടാവും. താത്തേ എന്നൊക്കെ പറയണേ കേൾക്കും, എന്താ അങ്ങനെയെന്നൊക്കെ പറയണേ. ഇങ്ങനെ ഓരോ പുരലത്ത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമല്ലേ. അതുകൊണ്ട് ഞാനൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി വെക്കലാം. ബാക്കി പിന്നെ ഈ അടുപ്പിലേക്ക് കടലാസൊക്കെ ഈ അടുപ്പിലേക്ക് ഇട്ട് നല്ല വൃത്തിക്ക് അങ്ങോട്ട് കത്തിച്ച് അടുപ്പൊക്കെ കണ്ട് ഉണക്കി വെക്കും. ഇത് സ്ഥിരമായിട്ട് എന്നും ചെയ്യണം കേട്ടോ മക്കളെ. ഇന്നും പൊന്നലി ഇന്നും ഞാൻ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഇതന്നൊക്കെ ചെയ്ത് അടുപ്പൊക്കെ ഒന്ന് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ച് തീയൊക്കെ കൊടുത്ത് ഒരു സിഗർ ലൈറ്റ് എടുത്ത് തീൻ്റെ സൗണ്ട് തീ ഇടുന്നതെന്ന് കേട്ടാൽ ഹനാനും ഹംദാനും ഓടി വരും. ഓർക്ക് തീ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അകത്ത് ഗ്യാസിൻ്റെ അടുപ്പ് പണ്ടൊക്കെ തീ മുറ്റത്ത് വെച്ചിട്ടല്ല കത്തിക്കുക. ഞാൻ വിറക് അടുപ്പത്ത് വെക്കുന്നതും വെള്ളം അടുപ്പത്ത് ചൂടാക്കുന്നതും കാണുമ്പോഴും ഹംദാനും ഹനാനും വന്ന് നോക്കിക്കും. എന്നിട്ട് തീയിൻ്റെ അടുത്തേക്ക് നമ്മൾ കത്തിക്കണോ നോക്കിക്കും. കടലാസ് കൊണ്ടുപോയി ഇട്ടുതരും. ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടോ അതൊക്കെ കാണുന്നത്. പണ്ട് നമ്മൾ കുറേ കാലം തീയിലും അടുപ്പിലും വെച്ചുണ്ടാക്കിയിട്ടും ചൂട്ട് കത്തിച്ചിട്ട് എവിടെയും വിരുന്ന് പോകാൻ ടോർച്ച് ഉണ്ടാവില്ല രാത്രി പോകാനും. ഓലക്കണ്ണിയൊക്കെ തറച്ച് ഉണ്ടാക്കി ചൂട്ടാക്കി കെട്ടും. ചൂട്ട് പറഞ്ഞാൽ ഈ ഓലക്കണ്ണിയിലും കൂടി കൂട്ടിയിട്ട് ഒരു 3 കെട്ട് അങ്ങോട്ട് കെട്ടും. എന്നിട്ടാണ് നമ്മളിങ്ങനെ വീശി അടുത്ത പുരയിലേക്കൊക്കെ പോവുക. അന്നൊരു പോസ്റ്റിൻ്റെ മുകളിൽ ഒരു വെളിച്ചം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓരോരോ പുരയിൽ ചിമ്മിണിയെണ്ണ പോലത്തെ ഒരു കുഞ്ഞി വിളക്ക് ഇങ്ങനെ കൊലായി തിരി കത്തുന്നത് കാണാം. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ.
അങ്ങനെ നമ്മളങ്ങനെ നടന്ന് പോലെ ചൂട്ടും കത്തിച്ച് ആ ചൂട്ട് കത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തീപ്പൊരിയൊക്കെ കാൽമേലേക്കൊക്കെ തെറിക്കും മക്കളെ. പണ്ടത്തെ കാലമൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ വിചാരിക്കുക പഠിച്ചോനെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല ഭാഗ്യമാണ് എല്ലാം കൊണ്ടും. നമുക്ക് അങ്ങനത്തെ ഇടങ്ങേറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ മക്കൾക്ക്. അതിൽ സമാധാനിക്കുക മക്കളെ. കാരണം പണ്ട് നമ്മളൊക്കെ ജീവിച്ചത് നമ്മളമ്മൻ്റെ കാലത്തൊക്കെ അതിനേക്കാളും കഷ്ടപ്പാടാണെന്നാണ് പറയുന്നത് കേട്ടിരിക്കണം. അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ കായം തേച്ചിച്ച് പോയതാണ് മക്കളെ. അതിൻ്റെ ഇടയിൽ കൂടെ തിരുമ്പി ആറിടാനുള്ള വാഷിംഗ് മെഷീനിൽ കുറേ ഇട്ടിക്കണ്, കുറേ ഉണക്കാനിട്ടിക്കണ്, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് എൻ്റെ ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് കയറി വരുന്നതാണ്. അപ്പോൾ ഈ ചെമ്മീനൊന്ന് പൊരിച്ചാൾട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കായൊക്കെ തേച്ച് വെളുത്തുള്ളിയും കായും ഇഞ്ചിയൊക്കെ തേച്ച് കുറേ നേരം വെച്ചതാണ്. അപ്പോൾ ഈ എരും പുളിയൊക്കെ പൊടിച്ചിട്ട് ശേഷം വേണം മക്കളെ നമ്മൾ മീൻ പൊരിക്കാൻ. എല്ലാം ഞാനുണ്ടല്ലോ പൊരിച്ചാലൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ കുറേ നേരം മുമ്പേ ഞാനൊക്കെ നല്ലോണം കായം കൂട്ടി വെച്ചതാണ്. അങ്ങനെയാണ് മുറ്റത്തേക്ക് ഇറങ്ങിയതും തിരുമ്പാനുള്ളതും തിരുമ്പിയെടുത്തിടലും എല്ലാം കൂടി കഴിഞ്ഞ് കൊണ്ട് വന്നത്. അങ്ങനെയൊക്കെയാണ് മക്കളെ. മുറ്റം 4 ഭാഗമൊക്കെ അടിച്ച് വാരണമെന്നുണ്ട്. ആവത് തടിക്കില്ല എന്ന് തന്നെ. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കുറേ ഉണ്ട്. അത് നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്തെക്കണതും ആക്കണതും അപ്പോൾ ഇങ്ങനെ കഴുകി ഇങ്ങോട്ട് വൃത്തിയാക്കണം. അങ്ങനെയൊക്കെയാണ് കുട്ടികളെ. അപ്പോൾ ഈ പണികൾ കഴിഞ്ഞിട്ട് വേണം ആ പണി. ഒരു പണി വെച്ചിട്ട് വെറുതെ ഇരിക്കാനൊരു നേരം എനിക്ക് കിട്ടൂല പൊന്നാര കുട്ടികളെ. ഒന്നും പറയണ്ട. എന്നാണ് ഞാനൊന്ന് വെറുതെ കുത്തിരിക്കാതെ എനിക്കറിയില്ല ഏത് കാലത്താണ്. ആവതില്ല, ആവത് കെട്ടിക്കണിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഓരോരോ കവറുകൾ ഇങ്ങനെ ഇതേമാതിരി കഴുകിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ബേസിൻ്റെ നേരെ മുകളിലവിടെ പറ്റി പാലിൻ്റെ കവറൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് ഈ സ്റ്റൈൽസിൻ്റെ മുകളിലവിടെ പതിച്ച് വെച്ചാൽ വെള്ളമൊക്കെ ഉറ്റി ഉണങ്ങി ഇങ്ങോട്ട് വിൽക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുക കുട്ടികളെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തേക്കിട്ട് ആൾ വരുമ്പോൾ നമ്മൾ ഓലെ വിഷമിപ്പിക്കുന്ന രീതിയിലാവരുത് മക്കളെ. അല്ല നമ്മളെ പോലത്തെ മനുഷ്യന്മാരാണ് ഐറ്റിങ്ങളും വന്നിട്ട് താത്ത ഞങ്ങൾക്കൊന്ന് കഴുകി വെച്ചുകൂടെ, ഇതൊക്കെ ഇതിലൊക്കെ പുഴുണ്ടല്ലോ, ഇതിലൊക്കെ അത് എന്താണ് നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ നാക്കിത്തല്ലേ മണത്തിട്ട് നിൽക്കാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടങ്ങളാണ് തോന്നുന്നത്. ഓരോ സ്ഥലത്തു നിന്ന് കേൾക്കലുണ്ട് അങ്ങനെ. അപ്പോൾ അതിനോട് ഇവിടെ എപ്പം വന്നാലും ഒരു പറയലുണ്ട്, നിങ്ങളവിടെ എല്ലാം ഉണക്കി നല്ല വൃത്തിക്കാണ് നിങ്ങൾ തരലെന്ന് പറയും മക്കളെ. ഞാനിപ്പോൾ ഞാൻ അങ്ങനെ കാണും മക്കളെ കൊടുക്കൽ. അതേമാതിരി എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ മണവും ഗുണമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അതിലപ്പുറം വേറെ ഒന്നുമില്ല. വേറെ ഓലൊന്നും ശപിക്കാതെ അതുകൊണ്ട് പോയും ചെയ്തോളൂ. അല്ലെങ്കിൽ ഒരു പറയും എന്തോ ഒരു മണമാണ് ഇവർക്കൊന്ന് കൈ വൃത്തിയാക്കി കൂടെ എന്ന് പറയും. അപ്പോൾ അതിനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ തന്നെ ഒരുക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയാണ് മക്കളെ പറയാനുള്ളത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഒരുക്കിനൊക്കെ തിരക്കിലാണ്. ഈ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം മക്കൾ അടുത്ത പണിയിലേക്ക് നീങ്ങാൻ. തിരുമ്പാനുള്ളത് ഉണക്കാനിട്ടിക്കണ് മെഷീനിലേക്ക്, അതൊന്ന് ഉണങ്ങണം. അപ്പോൾ നമ്മളെ ചീനച്ചട്ടിയും പാത്രങ്ങളൊക്കെ കഴുകി ഇറക്കണം. അപ്പോഴത്തേക്ക് അടുപ്പത്ത് മീൻ വെച്ചിന് പൊന്നാര കുട്ടികളെ. അത് അടി പിടിച്ചൊരു മണം വന്നപ്പോൾ ഞാൻ അവിടുന്ന് ഓടി ഇങ്ങോട്ട് തന്നെ പോകുന്നു. എപ്പോഴും എൻ്റെ കുട്ടികളെ വലിയപ്പോൾ പറയും 10 പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 4 പത്തിരിക്ക് കരിക്കും എന്ന് പറയും. കാരണം എനിക്ക് അതിന് നേരം ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് ഈ വേറെ പണിക്ക് നീങ്ങും. ഞാൻ പറഞ്ഞു ഞാനൊരാൾ എന്ത് ചെയ്യും. അപ്പോൾ നമ്മളൊരാൾ ഇവിടെ ഇതൊക്കെ കറിവേപ്പിൻ്റെ നമ്മളെ സെമീറാമോൾ കൊണ്ടുപോയി തന്ന കറിവേപ്പിൻ്റെലാണ്. ഓള് പാലക്കാട് നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നല്ലോണം ഈരാൻ നമ്മളെ മോളെവിടെ ഏൽപ്പിച്ചിരിക്കണം. അപ്പോൾ മോൾ ഇതാ മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വലിയ ആപത്തിലേക്കാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മോൾക്ക് അധികം ഒന്നും ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ അതിലേക്ക് എന്നെ നോക്കിയിട്ട് ഈർന്നാലൊക്കെ എന്തെങ്കിലുമൊക്കെ തകരാറ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ തിരുമ്പിയതൊക്കെ ആരിടാണ് പൊന്നാര കുട്ടികളെ. ഒന്നും പറയണ്ട. നല്ല വെയിൽ കാണുമ്പോൾ എനിക്ക് പിന്നെ തീരെ മുറ്റത്തുനിന്ന് അകത്തേക്ക് പോലെ കണ്ണ് ഉറക്കാൻ എനിക്ക് കഴിയുന്നില്ല വെയിലുകൊണ്ട്. അമ്മാതിരി വെയിലാണ് മക്കളെ. ഇത് ഞാൻ ഇങ്ങനെയൊക്കെ വെയിലത്ത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ മഴ പെട്ടെന്നാണ് വരുന്നത്. നേരത്തെ നല്ലൊരു ഇരുട് കൂടിയ മാതിരി മഴ വന്നിനി. ഇപ്പം നല്ല വെയിലാണ് വരുന്നത്. കണ്ണ് തുറക്കാൻ കഴിയില്ല, മേലോട്ട് നോക്കാൻ കഴിയില്ല. എന്നാലും വേണ്ടില്ല മക്കളെ, എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അംദാനി ഹനാനി ഒന്ന് കുളിപ്പിക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുട്ടികൾക്ക് ചോറ് കൊടുക്കണം. അപ്പോഴത്തേക്ക് ചോറൊക്കെ റെഡിയാക്കി വെച്ചിക്കിന്. അങ്ങനെ കുട്ടികളെ യൂണിഫോം ഒരു ഭാഗത്ത് തിരുമ്പിട്ടിക്കിന്. വെള്ള ഷർട്ട്, വെള്ള ഇന്നർ ബനിയൻ, അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആരുടെ കുട്ടികളെ സോക്സ് ആരിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പൊന്നാര കുട്ടികളെ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. എൻ്റെ പണികളും കഴിഞ്ഞ് എന്തോ ഒരു ക്ഷീണമുണ്ട് എനിക്ക്. ഇന്ന് എന്താണെന്നറിയില്ല. ഇന്നലെ രാത്രി കുറേ നേരം കഴിഞ്ഞിങ്ങനെ ഉറങ്ങുമ്പോൾ ഉറക്കം എനിക്ക് കിട്ടണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കണമാതിരി എനിക്ക് തോന്നി. ഉമ്മ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ എൻ്റെ ഉമ്മനെ ഞാൻ എത്ര കണ്ണടച്ചിട്ടും ആലോചിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉമ്മനെ അങ്ങനെ കണ്ണ് കാണും മക്കളെ. അപ്പോൾ ചെമ്മീനൊക്കെ പൊരിച്ച് റെഡിയാക്കിന്. അപ്പോൾ ഇതിലേക്ക് ഇനി എൻ്റെ മക്കൾക്ക് ചോറും കൊടുക്കണം. ചോറൊക്കെ റെഡിയാക്കി വിളമ്പിയൊക്കെ കഴിഞ്ഞതിന് മക്കൾക്ക് ചോറൊക്കെ ഞാൻ ബാക്കി പണി കഴിക്കാൻ നേരമില്ല. എനിക്ക് ചോറ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ കുറച്ച് ചെമ്മീൻ പൊരിച്ച ഒരു കോഴിമുട്ട പൊരിച്ചതുണ്ടായിന് അതും എടുത്ത്. പിന്നെ അതേമാതിരി എനിക്കൊരു പഴം പൊരിച്ച അവിടെ ബാക്കിയുണ്ടായിന് രാവിലത്തെ. അതും ഞാൻ ആ ചോറിലേക്ക് വെച്ചെങ്കിൽ അവർക്ക് ചോറ് എടുക്കണ കൂടെ എനിക്കത് തിന്നാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു അയില മസാല ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞേരം മക്കൾ പറഞ്ഞ് പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ്. അപ്പം ഞാനിതാ ഒരു പേക്ക് പാലെടുത്ത് ഒരു പേക്ക് മിൽക്ക് മെയ്ഡ് എടുത്തു. അങ്ങനെ എല്ലാവരും കൂടി പായസം ഉണ്ടാക്കാനിതാ അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിക്കുന്നു. അക്കരയുള്ളൊരു ഉന്നാര പൂമാണ്
മക്കളെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് പായസം ചൂട് തണിഞ്ഞതിൻ്റെ ശേഷം ഞാനതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുളികളും കഴിഞ്ഞ് നല്ല വൃത്തിക്ക് ഒരു ഗ്ലാസ് പായസം ഞാൻ കുടിക്കാനിരിക്കുകയാണ് മക്കളെ. ഒന്ന് എൻ്റെ ദിയമോളോട് പറഞ്ഞൊന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കട്ടേന്ന്. അപ്പം എത്രയൊക്കെ ഉള്ളൂ മക്കളെ. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണാൻ ലൈക്കും സബും ചെയ്യാം മറക്കരുത് കേട്ടോ കുട്ടികളെ.